നമസ്കാരം. സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇനി വരാനിരിക്കുന്ന PSCയുടെ പ്രധാന നോട്ടിഫിക്കേഷനായ കമ്പനി ബോർഡ് LGSനെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലുടനീളമുള്ള വിവിധ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ എന്നിവയിലെ ഒഴിവുകൾ നികത്തുന്നതിനാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ നടത്തുന്നത്. കൂടാതെ 7ാം ക്ലാസ് യോഗ്യതയെങ്കിലും ഇതിന് ആവശ്യമാണ്. കമ്പനി ബോർഡ് LGS എന്നറിയപ്പെടുന്ന ഇത് സാധാരണ LGS തസ്തികയിൽ നിന്ന് വേറിട്ടിരിക്കുന്നു. ബിരുദധാരികൾക്ക് സാധാരണ LGSന് അപേക്ഷിക്കാൻ അർഹതയില്ലെങ്കിലും കമ്പനി ബോർഡ് LGSന് അപേക്ഷിക്കാം. കൂടുതൽ നിയമനം നടക്കുന്ന തസ്തികകളിൽ ഒന്നാണ് കമ്പനി ബോർഡ് LGS. ഇതിലേക്കുള്ള അവസാന വിജ്ഞാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കാറ്റഗറി നമ്പർ 609/2021 പ്രകാരം പ്രസിദ്ധീകരിച്ചു. ഈ തസ്തികയിലേക്കുള്ള OMR പരീക്ഷ 2023 മെയ് 17 നടത്തി. അടുത്ത LGS കമ്പനി ബോർഡ് വിജ്ഞാപനം 2025 ഡിസംബറിൽ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയാൽ മുൻ നിയമന സമയക്രമങ്ങളെ അടിസ്ഥാനമാക്കി പരീക്ഷ സാധാരണയായി ഏകദേശം 4 മുതൽ 6 മാസം വരെ കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെ പരീക്ഷ പ്രതീക്ഷിക്കാമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വിജയസാധ്യത മെച്ചപ്പെടുത്താൻ LGS പരീക്ഷയ്ക്ക് നേരത്തെ തയ്യാറെടുപ്പ് ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. LGS പരീക്ഷയ്ക്കുള്ള സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും 20 മാർക്ക്. പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ 5 മാർക്കാണ് ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഈ ഭാഗത്തു നിന്നും 5 മാർക്ക്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ. 5 മാർക്ക് തന്നെയാണ് ഈ ഭാഗത്തു നിന്നും. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. 5 മാർക്കിൻ്റെ മറ്റൊരു ഭാഗം. ഇനി കേരളവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. കേരളം ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. 5 മാർക്ക്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകേണ്ടതാണ്. ആനുകാലിക വിഷയങ്ങളിൽ നിന്നും ഏകദേശം 20 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് സയൻസ്. ആദ്യം ജീവശാസ്ത്രം. ജീവശാസ്ത്രത്തിൽ നിന്നും 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്തത് ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും. ഈ ഭാഗത്തു നിന്നും 5 മാർക്ക്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും,
ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പൊതുജനാരോഗ്യം. 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. ചെറിയൊരു സിലബസാണ് പൊതുജനാരോഗ്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലീ രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അടുത്തത് ലഘുഗണിതം. ലഘുഗണിതത്തിൽ നിന്ന് 10 മാർക്ക്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും. അതിൽ നിന്നും 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാന നിർണയം. ഇതാണ് LGSൻ്റെ സിലബസ്. സിലബസിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ വിജയത്തിന് നിർണായകമാണ്. കാരണം ഇത് ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പഠനത്തിനും അതുപോലെ തന്നെ തയ്യാറെടുപ്പിനും സഹായിക്കുന്നു. LGS പരീക്ഷയിൽ വിജയിക്കുന്നതിനുള്ള താക്കോലാണ് നേരത്തെയുള്ളതും സ്ഥിരതയുള്ളതുമായ തയ്യാറെടുപ്പ്. മുൻകൂട്ടി തയ്യാറെടുപ്പ് ആരംഭിക്കുന്നത് മൂലം പ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അധിക ശ്രദ്ധ ആവശ്യമുള്ള മേഖലകളെ കൃത്യമായി പഠിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു. മുൻകാല ചോദ്യപേപ്പറുകൾ അവലോകനം ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ എഴുതാനും നിങ്ങളുടെ സമയ മാനേജ്മെൻറ്റ് കഴിവുകൾ വികസിപ്പിക്കാനും ഇത് നിങ്ങൾക്ക് അവസരം നൽകുന്നു. പരീക്ഷാ ദിവസം മികവ് പുലർത്തുന്നതിന് ഇത് വളരെ പ്രധാനമാണ്. നിരവധി മാസങ്ങളിലെ സ്ഥിരമായ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് ക്രമേണ മെച്ചപ്പെടാൻ കഴിയും. ഇത് പരീക്ഷാ ദിവസം നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാക്കി മാറ്റുന്നു. ഏതൊക്കെ പുസ്തകങ്ങളാണ് പഠിക്കേണ്ടതെന്ന ആശങ്ക പലർക്കുമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.